ഇതാണ് ഞങ്ങളുടെ സദ്യ കേട്ടോ. അപ്പം ഞങ്ങൾ ഇതെല്ലാം രാവിലെ വെച്ച കറികളാണ്. അവിയൽ, കൂട്ടുകറി, ഇഞ്ചിക്കറി, പയറുതോരന്, പച്ചടി, പപ്പടം, പരിപ്പ്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. വെണ്ടയ്ക്കല്ല, പയറ് മെഴുക്കുവരട്ടി. ഇത്രയും ഞങ്ങൾ രാവിലെ തന്നെ പെട്ടെന്ന് വെച്ചാണ്. കാരണം റീനാച്ചിക്ക് 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ചക്ക വീണ് മുയൽ ചാകുക എന്നൊക്കെ പറയല്ലേ എന്ന് പറഞ്ഞ പോലെ എനിക്കത് ബർത്ത്ഡേയുടെ ഒരു സദ്യയുമായി. ഗസ്റ്റിന് അവർക്ക് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒറ്റ വെടിക്ക് 2 പക്ഷി. എങ്ങനെയായാലും നമുക്ക് ഊണ് കിട്ടിയാൽ മതി. വാഴയിലേക്ക് ഇട്ട് തറയിലിരുന്ന് അത് ഞാനങ്ങ് ആസ്വദിച്ചങ്ങ് കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ബർത്ത്ഡേ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആദ്യമേ കിട്ടുന്ന സദ്യയും ആദ്യത്തെ ഗിഫ്റ്റും ആയതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഇതൊന്നും മറക്കത്തില്ല. അപ്പം ഇന്ന് ഞങ്ങൾ അടിപൊളിയായിട്ട് ആഘോഷിച്ചു. പക്ഷേ ഞങ്ങൾ പായസം പിന്നീടാണ് വെച്ചത്. ഇതെല്ലാം ഉണ്ടാക്കാൻ പോയത് കൊണ്ട് സമയം പോയി. പിന്നീടാണ് ഞങ്ങൾ ഊണെല്ലാം കഴിഞ്ഞ് സാവകാശമാണ് പായസമൊക്കെ വെച്ചത്. അടപ്രഥമനൊക്കെ ഉണ്ടാക്കി അതും എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ട് എന്താ പറയുന്നത്, ഒരു നല്ലൊരു ഫീലോട് കൂടി അതും കഴിച്ചു. അങ്ങനെ എന്താ പറയുന്നത്, ഒരു ഓണസദ്യ നേരത്തെ ഉണ്ട് ഒരു ഫീലായിപ്പോയി. ഇനിയിപ്പോൾ ഓണസദ്യ ഉണ്ണണമെന്നേ ഇല്ല. കാരണം അതേമാതിരി തന്നെ അടപ്രഥമനും ഊണും എല്ലാം കൂട്ടി അടിപൊളിയായിട്ട് കഴിച്ചു. കുടിച്ചിട്ട് നിൽക്കാൻ മേല കേട്ടോ. അപ്പം ഒരു തണ്ടി ഇപ്പം വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകും ഗ്ലാസ്. ഞാൻ ലാസ്റ്റ് പറയും, ഒരു ബർത്ത്ഡേ ആക്കിയിട്ട് ഒരു പായസം പോലും തരികയെന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ചിട്ട് പോകും കേട്ടോ. അങ്ങനെ പായസം കുടിക്കാനെടുത്തത് അതും തരികയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് അതങ്ങ് പിന്നെ കുടിച്ച് തീർത്ത് കണ്ട. എന്നിട്ട് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയി.